സത്യം പറ, ആരാടാ നീ? ഞാൻ ഭഗവാന്റെ നേരിട്ടുള്ള അനുഗ്രഹം കിട്ടിയ ആളാ. ആണോ? എന്റെ പരിപാടി എന്നാന്ന് വെച്ചാ വിഷു സീസണില് ഭഗവാന്റെ വേഷം കെട്ടി എല്ലാ വീടുകളിലും ചെന്ന് ആ വീടുകളിലൊക്കെ ചൈതന്യം കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഗുരുവായൂരെത്തി ഭഗവാനെ ഞാൻ ദർശിക്കും. എനിക്ക് അങ്ങോട്ടൊരു വിശ്വാസം വരുന്നില്ല. ഈ ചൈതന്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം എന്റെ വീട്ടിൽ കൂടി കൊണ്ടിട്ട് പോയാൽ മതി. ഈ ചൈതന്യം എന്തായാലും കുടികൊള്ളും. കാരണം കൃഷ്ണപ്പൂമ്പൊടി ഏറ്റുകിടക്കും വീടിനുമുണ്ടാം ഒരു ചൈതന്യം. അങ്ങനെയല്ലല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും അങ്ങനെയും കണ്ടല്ലേ ഒരു പാട്ടുള്ളത്. വിഷുവിന്റെ സീസണല്ലേ, റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? അത് ശരിയാ, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇന്ന് ഇവിടെ തങ്ങുവോ? ഇവിടെ തങ്ങും. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അകത്തോട്ട് പോയാലോ? എന്താ കഴിക്കാനുള്ളത്? കഴിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വേണം? ഞാനൊരു തൃക്കൈ വെണ്ണ അങ്ങോട്ട് തരട്ടെ. തൃക്കൈ വെണ്ണ നമുക്ക് വേണ്ട. എന്താ? കൊളസ്ട്രോൾ. കൊളസ്ട്രോളോ? ഭഗവാന്മാർക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടോ? പിന്നെ ഈ ഭക്തന്മാര് ഭഗവാന്മാർക്ക് എന്നൊക്കെ തന്നെ വെണ്ണ, നെയ്യ്, പാല്, പഞ്ചാര, ചക്കര ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കായാലും കൊളസ്ട്രോൾ ഉണ്ടാവും. എന്റെ ഭഗവാനെ, എനിക്കൊരു നിശ്ചയില്ലല്ലോ. ഞാനിപ്പോ എന്താ നിങ്ങൾക്ക് തരിക? അട്ടി ഒരൊറ്റയടിക്ക് വള്ളുവനാട് വരെ പോയി